ഇന്നേ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി വരുന്ന വഴി ഫുഡ് കഴിക്കാൻ കയറിയതാ. ഫുഡ് കഴിക്കാൻ കയറിയതാണ് നമ്മുടെ ഗ്രീഷ്മ ഹോട്ടൽ. എവിടെയെന്ന് വെച്ചാൽ തട്ടുകടവ് പാലത്തിന്റെ ഇറക്കില്. നമ്മൾ തട്ടുകടവ് പാലം ഇറങ്ങി തന്നെ ലെഫ്റ്റ് സൈഡില് ഗ്രീഷ്മ ഹോട്ടൽ. അതെ, അപ്പൊ ഗ്രീഷ്മ ഹോട്ടലിൽ വന്നിട്ടാണ് ഇന്ന് ഫുഡ് കഴിച്ചത് അല്ലേ? അതെ അതെ. അപ്പൊ അവിടുത്തെ ഫുഡിന്റെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, പക്ഷെ രക്ഷയില്ല. നമ്മള് ഞങ്ങളൊരു 3 ഊണാ പറഞ്ഞേ, ഒരു അയില ഫ്രൈയും. കാരണം ഇവിടെ എത്തിയപ്പോ എന്താ പറയാ, ടേബിൾ നിറച്ച് കറികള്, വീട്ട സാധനങ്ങള്, കൊണ്ടാട്ടങ്ങള് എല്ലാം കൊണ്ട് നല്ല വിഭവ സമൃദ്ധം. അതെ, അത് എങ്ങനെ പറയണം തന്നെ അറിയാൻ പാടില്ല. ഞങ്ങളിപ്പോ വന്നപ്പോ ഇപ്പൊ ഇത്രയും സമയം 3:53, 4 മണി അടുത്തേക്ക്. കാരണം കറികളൊക്കെ തീർന്നു. ഞങ്ങൾ ഈ സമയത്താണ് ഊണ് കഴിക്കാൻ ഇറങ്ങിയത്. പക്ഷെ എന്നാലും ഉള്ള കറികളൊക്കെ അടിപൊളി. നമുക്ക് ഫിഷ് ഫ്രൈയും ഫിഷ് കറിയൊക്കെ തരാറുണ്ട്, പക്ഷെ ഫ്രൈ മാത്രം നമ്മൾ വാങ്ങിച്ചോളൂ. പിന്നെ മറ്റേ ഇവിടെ ഉള്ളത് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബീഫ്, ചിക്കൻ, ഡക്ക്, അതിന്റെ തന്നെ വെറൈറ്റീസ് ഉണ്ട്, ചെമ്മീനെല്ലാം ഉണ്ട്. അതെ അതെ, നമ്മൾ ഇതേ കഴിച്ചോളൂ. പക്ഷെ ഇത് കഴിച്ച ഇത് വെച്ചിട്ട് അപ്പൊ എല്ലാരും വന്ന് ട്രൈ ചെയ്യാട്ടോ. ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ ലൊക്കേഷൻ എവിടെയാണ്, ബാക്കി ഡീറ്റെയിൽസിന്റെ പുറകെയുള്ള വീഡിയോയിൽ ഞാൻ തരാം. എന്നാലും ഞാൻ പറയാം, നമ്മുടെ തട്ടുകടവ് പാലത്തിന്റെ ഇറക്കിൽ, പറവൂരിൽ നിന്ന് വരുമ്പോൾ തട്ടുകടവ് പാലത്തിന്റെ ഇറക്കിലാണ് ഈ ഷോപ്പ് അല്ലേ? അപ്പം അന്ന് പറവൂർക്കാരൊക്കെ ട്രൈ ചെയ്യാ, ആരും മിസ് ചെയ്യണ്ട. ഇത് കഴിക്കാനായിട്ട് വേണ്ടി മാത്രം വരിക, നല്ലൊരു എക്സ്പീരിയൻസ്. അതെ അതെ അതെ. ഞാൻ ഇതേപോലെ കണ്ടിട്ടില്ല, ഇതേപോലെ ഇത്രയും ഉപ്പിലിട്ടത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും. കോംപ്ലിമെന്ററി ആയിട്ട് എല്ലും കപ്പക്കറി, അതേപോലെ കുറെ കറികള്, മോര് കറി, കൂട്ടുകറി, ഇതൊക്കെ നമ്മുടെ ഇതില് മറ്റേ ഓരോ ഭരണി പോലത്തെ ഉപ്പിലിട്ടത് കൊണ്ടാട്ടങ്ങൾ. അതെ അതെ, അടിപൊളിയാണ്. അപ്പൊ എല്ലാരും വന്ന് ട്രൈ ചെയ്യാട്ടോ, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഓക്കെ, അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടതെ അമ്മ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ചിന്നുതി ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അല്ലേ? ഇവിടുത്തെ ഫുഡിന് പ്രത്യേകത ഉണ്ട് അല്ലേ? പറഞ്ഞു കൊടുക്കണം, പറ. അതെ, ഒരു രക്ഷയില്ലാത്ത ഫുഡ്. നമ്മൾ 3 ഊണാണ് പറഞ്ഞത്, പിന്നെ എക്സ്ട്രാ പറഞ്ഞതാണ് ഒരു അയില ഫ്രൈ. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ കപ്പ ഇഡ്ലി കറി, ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി. ഇത് ചെമ്മീൻ കറി, ഇത് കപ്പ, അവിടെ മോര് കറി, പിന്നെ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്, സാലഡ്, പിന്നെ കാന്താരി മുളക്, മാങ്ങ, കൊണ്ടാട്ടം, അച്ചാറ്. ഇതിലെന്താ, ഇതില് കായക്കറി, കൂട്ടുകറി, കായലൊത്ത്, പിന്നെ മീൻ കറി, ഇത്രയും ഇഞ്ചിക്കറി, ഇത്രയും പപ്പടം. അതെ, ഒരു രക്ഷയില്ലാത്ത ഫുഡ് കേട്ടോ. എല്ലാം ഇത്രയും സാധനങ്ങൾ കിട്ടി, അടിപൊളിയായിരുന്നില്ലേ? നൈസ് ഫുഡ്. അപ്പോൾ കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ വന്ന് ഇവിടെ വന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അതെ അതെ അതെ. ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തട്ടുകടവ് പാലത്തിൻ്റെ ഇറക്കിൽ തന്നെ അല്ലേ? പറവൂരിൽ നിന്ന് വരുമ്പോൾ, അതെ, പറവൂരിൽ നിന്ന് വരുമ്പോൾ തട്ടുകടവ് പാലത്തിൻ്റെ ഇറക്കിൽ തന്നെയാണ് ഈ ഒരു കട. കടാ, ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ട സാധനം കയ്യിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അടിപൊളി. ആ പറഞ്ഞ അതെ, നൈസ് ഫുഡായിരുന്നു, നൈസ് ഫുഡായിരുന്നു അല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? അപ്പോൾ കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ വന്ന് കഴിച്ചോട്ടോ, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ എത്ര ദൂരെ നിന്ന് കാണുന്ന, അതായത് ദൂരെ ഇരുന്ന് കാണുന്ന ആൾക്കാരായാലും വന്ന് ട്രൈ ചെയ്യുക. പറവൂര് വഴി പോകുന്ന ആൾക്കാരൊക്കെ ട്രൈ ചെയ്യാട്ടോ. അതെ, നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് എത്തി. അതെ, ഇനിയിപ്പോൾ നമുക്ക് വണ്ടി കയറി ഇങ്ങോട്ട് പോവാം അല്ലേ? ശരി എന്നാ.